മഞ്ഞിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം ഗന്ധർവഗായകൻ്റെ മന്ത്രവീണ പോലെ നിന്നെ കുറിച്ചു ഞാൻ പാടുമീ രാത്രി തൻ ശ്രുതി ചേർന്നു മൗനം അതു നിൻ മന്ദഹാസമായി പ്രിയതോഴി മഞ്ഞിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം. അതെ ഗൈസ്, ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് പൊന്നിലല്ല, മഞ്ഞിലാണ്. യെസ്, ഇപ്പോൾ ഞാനുള്ളത് ഗൈസ് ബാംഗ്ലൂരിൽ നിന്നും ഒരു 75 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു നന്ദി ഹിൽസ് എന്നുള്ള വലിയൊരു കുന്നിൻ്റെ മുകളിലാണ് കേട്ടോ. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ ബാംഗ്ലൂർ അല്ല കർണാടകയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണിത്. ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരണം. ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺറൈസ്, രാവിലത്തെ ഒരു സൂര്യൻ ഉദിക്കുന്ന ഒരു ടൈമുണ്ട്. അതിവിടെ നമ്മളൊരു 4 മണി 5 മണിക്കൊക്കെ വന്നിട്ട് നമ്മളിവിടെ ക്യൂ നിന്ന് വണ്ടിയിലാണെങ്കിൽ ക്യൂ നിന്ന് കയറിയിട്ട് ഒരു 7-7:30 മണിക്ക് ഈ മഞ്ഞത്ത് അവിടെ ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് മേഘങ്ങളായിരിക്കും കീഴേ. അതൊക്കെ ഇങ്ങനെ മാറി നിന്നുകൊണ്ട് സൂര്യൻ ഇങ്ങനെ ഉദിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് ക്യാമറയിലൊന്നും നമുക്ക് കിട്ടൂല, ചെറിയൊരു പൊടി പോലെ ഉണ്ടോ. അത് ഭയങ്കര രസമുള്ള കാഴ്ചയാണ് ഗൈസ്. സൂര്യൻ ഇങ്ങനെ വരുന്നു, മഞ്ഞുകൾ മാറുന്നു, സൂര്യൻ വീണ്ടും പോകുന്നു, മഞ്ഞുകൾ വരുന്നു, വീണ്ടും പോകുന്നു. അങ്ങനെ ഒരു 5 to 10 ടൈംസ് കഴിഞ്ഞിട്ട് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരും. അത് ഭയങ്കര രസമുള്ള സംഭവം ഗൈസ്. ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി നമുക്കത് കാണാൻ പറ്റിയിട്ടില്ല, കുറച്ച് ലേറ്റായി പോകുന്നു. പിന്നെ ഇവിടുത്തെ ഉള്ള ഈ ഒരു മരങ്ങൾ, അതുപോലെ തന്നെ പിന്നെ ഈ ഒരു കെട്ടിയ സംഭവങ്ങൾ, ലവറുടെ കൂടെ അല്ലെ ഹണിമൂൺ ട്രിപ്പ്, അതിനൊക്കെ വരാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണ് ഗൈസ് ഇത്. ഇവിടത്തെ ഒരു തണുപ്പ്, ഇവിടെ എത്തിയാൽ തന്നെ നമുക്ക് ഭയങ്കര പീസ്ഫുൾ മൈൻഡാണ് ഗൈസ്. അടിപൊളി അടിപൊളി, സൂപ്പർ. ആദ്യം തമ്മിൽ കണ്ടു മണിമുകിലായി പറന്നുയർന്നിതാ